എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ ഇങ്ങനെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഏതൊക്കെ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതായത് ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്കീം ഓഫ് വർക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള സ്കീം ഓഫ് വർക്കാണ് കേട്ടോ. അപ്പം അതിൽ നിന്നായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന പാഠഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസുകൾ വരിക. അപ്പം അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. ആദ്യമേ നമുക്ക് ഇംഗ്ലീഷിനെ നോക്കാം കേട്ടോ. ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് വിൻസ് ഓഫ് ചേഞ്ച്, അതിലെ മൂന്നാമത്തെ പോയം, അതായത് ലെസൺ 3 ഉണ്ടല്ലോ, ആ പോയം സക്സസ് എന്ന് പറഞ്ഞൊരു പോയം, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആസ്പയർ ആൻഡ് എക്സ്പ്ലോർ മൂന്നാമത്തെ യൂണിറ്റാണ്. അതിലെ ലെസൺസ് ഏതൊക്കെയാണ്? സീ ഫീവർ, അതുപോലെ തന്നെ ഇത് സാഗ ഓഫ് ടിഫിൻ ക്യാരിയേഴ്സ്, വെയിറ്റിംഗ് ഫോർ റെയിൻ, അതാണ് മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ലെസൺസ്, അതുണ്ടായിരിക്കും. പിന്നെയുള്ള നാലാമത്തെ യൂണിറ്റാണ്. നാലാമത്തെ യൂണിറ്റിലെ സ്ട്രൈവ് ആൻഡ് ത്രൈവ്, അതിൽ ദ അൺസ്റ്റോപ്പബിൾ, സോൾസ് ആർ ഫോർ, പിന്നെ ഇതാണ് ഷീൽഡ് ഓഫ് കറേജ്. അപ്പോൾ ഈ നാലാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഈ രണ്ട് ലെസണിൽ നിന്നും ക്വസ്റ്റ്യൻസുകളുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഓണപ്പരീക്ഷയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കി പോകണം. പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് സെക്കൻഡ് ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ടൈമിലും കൂടെ ഒന്ന് ഓടിച്ച് വായിച്ച് പോകുക കേട്ടോ. ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും വരാവുന്നതാണ് കേട്ടോ. മലയാളത്തിന് നമുക്ക് നോക്കാം. അതാണ് കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്ര, അതിലെ തരിശു നിലങ്ങളിലേക്കുള്ളൊരു ആ ഒരു ചാപ്റ്ററുണ്ട്. അതുപോലെ തന്നെ അച്യുതമാമ എന്ന് പറഞ്ഞ ചാപ്റ്ററുണ്ട്. നിങ്ങളും നിങ്ങളുടെ ജോലിയും, ആ ഒരു ലെസണും ഉണ്ടാവും. പിന്നെ ഉജ്ജ്വല ഹൃദയങ്ങൾ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നും സ്വാതന്ത്ര്യം തന്നെ ജീവിതം, അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം, കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. അപ്പം ഇത്രയും സെക്ഷൻസുകളാണ് നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളത് കേട്ടോ. ഇനി ഹിന്ദിയാണ്. ഹിന്ദിയിൽ നോക്കുക, ജബ് ഗാന്ധിജിക്ക് ഖടി ചോരി ചലി ഗായി, പിന്നെ ജൻ കാ ചെഹ്റ ഏക്ക്, ദെൻ ഫുട്ബോൾ കെ ദിൽ കാ രാജ, പിന്നെ ഘർ പേട് ഓർ താരക്ക് യാദ് കബ് തക്. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആയിരിക്കും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ നോക്കുക കേട്ടോ. ടീച്ചറുമായിട്ട് കൺസേൺ ടീച്ചറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക, ചോദിക്കുക, ടീച്ചർമാർ പറയുന്ന അനുസരിച്ച് പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന പോർഷൻസുകളാണ്. അപ്പം ഓരോ സ്കൂളിലും ചിലപ്പോൾ പഠിച്ച് തീർന്നിട്ടില്ലായിരിക്കാം. അതനുസരിച്ച് നിങ്ങൾ ടീച്ചറിനോട് ടീച്ചറിനോട് ചോദിച്ചിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 4 മാസത്തെ പാഠഭാഗങ്ങളാണ്, അതായത് ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഇനി ഫിസിക്സിൻ്റെയാണ്. ഫിസിക്സിൻ്റെ നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് വരെ ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങളുണ്ടല്ലോ, അതിൻ്റെ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓഗസ്റ്റിലെ പോർഷൻസ്, ഓണപ്പരീക്ഷയുടെ പോർഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന അവിടം വരെയായിരുന്നു. ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങളിലെ മൊമെൻ്റ് വ്യത്യാസ നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വരെയാണ് ഓണപ്പരീക്ഷ ചോദിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻസ്, അതായത് ലോസ് ഓഫ് മോഷൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുത്വാകർഷണം കേട്ടോ, ഗുരുത്വാകർഷണം വരുന്നുണ്ട്, ഗ്രാവിറ്റേഷൻ, അതുപോലെ തന്നെ ദ്രവബലം, അതായത് ബോയൻ ഫോഴ്സ്, പിന്നെ എന്താണ് പ്രവൃത്തിയും ഊർജവും, വർക്ക് എനർജി കേട്ടോ. ഇത്രയും പോർഷൻസുകളാണ് നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളത്. അപ്പം ഇത്രയും ചാപ്റ്ററിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിലെ പോർഷൻസും കൂടെ ഒന്ന് നോക്കി വിടുക കേട്ടോ. ഇനി കെമിസ്ട്രിയുടെ ആണ്. കെമിസ്ട്രിയിലത്തെ രാസബന്ധനം, കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്, അതിൻ്റെ കണ്ടിന്യൂഷൻ ഓണപ്പരീക്ഷയ്ക്ക് പകുതി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്, രാസഗതികം, കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ട്, പിന്നെ ലായനികൾ, സൊല്യൂഷൻ കേട്ടോ, സൊല്യൂഷനും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ് കെമിസ്ട്രിക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളത്. ഇനി ബയോളജിയുടെ ശ്വസനവും വിസർജനവും ഉണ്ട്, അതുപോലെ ചലനവും സഞ്ചാരവും, ദെൻ പ്രത്യുൽപാദന, ആരോഗ്യം, ബീജസംയോഗം വരെ കേട്ടോ. ഈ ഒരു 3 ചാപ്റ്റർ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഓണപ്പരീക്ഷയുടെ ഞാൻ പറഞ്ഞു, ഓണപ്പരീക്ഷയുടെ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിലെ പോർഷൻസ് കൂടെ നിങ്ങളൊന്ന് നോക്കി പോവുക കേട്ടോ. അടുത്തത് സോഷ്യലാണ്. സോഷ്യലിൻ്റെ ഫസ്റ്റ് പേപ്പറും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് പേപ്പറും ഉണ്ടല്ലോ. അപ്പം അത് നോക്കുക കേട്ടോ. ഫസ്റ്റ് പേപ്പറിൽ എന്താണ് ഇന്ത്യൻ ഭരണഘടന അധികാര വിന്യാസം, പിന്നെ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും, പിന്നെ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, പിന്നെ എന്താണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ കേട്ടോ. അപ്പോൾ ഈ ഒരു 4 ചാപ്റ്റർ ഫസ്റ്റ് പേപ്പറിൽ നിന്നുണ്ടായിരിക്കും. സോഷ്യൽ ഫസ്റ്റിൽ നിന്നുണ്ടായിരിക്കും കേട്ടോ. ദെൻ സെക്കൻഡിൽ നിന്നും മാനവ വിഭവശേഷി, രാഷ്ട്ര പുരോഗതിക്കായിട്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ കുറച്ച് പഠിച്ചാണ്, അതിൻ്റെ കണ്ടിന്യൂഷൻ കേട്ടോ, അതുണ്ടായിരിക്കും. പിന്നെ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ കേട്ടോ, പിന്നെ മണലാരണ്യത്തിലൂടെ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സുകൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് പകുതി വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പോർഷൻസ് തുടങ്ങി
ഡിസംബറിലെ പോർഷൻ പറഞ്ഞിരിക്കുന്നത് ഇവിടം വരെയാണ് കേട്ടോ. ജനാധിപത്യത്തിൻ്റെ വ്യാപന സ്ഥാപനങ്ങളിലൂടെ മണലാരണ്യത്തിലൂടെയും. അപ്പോൾ അതുവരെ ഉണ്ടായിരിക്കും. ഇനി മാത്സിൻ്റെയാണ്. മാത്സിൻ്റെ അഭിന്നക ഗുണനമുണ്ട്, സദൃശ്യ ത്രികോണങ്ങളുണ്ട്, അതുപോലെ തന്നെ വൃത്തങ്ങളുണ്ട്. അതിൻ്റെ ബ്രിഡ്ജ് പോർഷൻസ് ഉണ്ടായിരിക്കും. ദെൻ വൃത്തങ്ങളുടെ അളവുകളുണ്ട്, രേഖീയ സംഖ്യകളുണ്ട്, ബഹുപദങ്ങളുണ്ട്, വൃത്തഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്സിൽ നിന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു ഓണപ്പരീക്ഷ, അതായത് ഫസ്റ്റ് ടൈമിലെ പോർഷൻസ് കൂടെ ഇൻക്ലൂഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. സെക്കൻഡ് ടൈമിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് അതെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സെപ്റ്റംബർ മാസം മുതൽ ഡിസംബർ വരെയാണ് സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് ടൈമിൽ പറഞ്ഞിരിക്കുന്ന ഈ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓരോ വിഷയത്തിൻ്റെയും സെക്കൻഡ് ടൈമിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻസുകൾ അതിൽ നിന്ന് ചോദിക്കും. നമ്മൾ ഓണപ്പരീക്ഷയുടെ പോലെ ആയിരിക്കില്ല, ഒരുപാട് പോർഷൻസുകളുണ്ട്, ഇച്ചിരി ടഫായിട്ടുള്ള പോർഷൻസുകളൊക്കെയാണ്. അപ്പം ഓരോ ക്ലാസ്സുകളും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകളും പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് പ്രധാനമായിട്ട് അത് പറയുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ കണ്ടിന്യൂവേഷനൊക്കെയാണ് ഹയർ ക്ലാസ്സുകളിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ വരുമ്പോൾ പ്ലസ് വണ്ണിലൊക്കെ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ പ്ലസ് വണ്ണിലെ ബേസിക്സ് ആണ് ശരിക്കും ഈ 9ാം ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് വെറുതെ പഠിച്ചു പോകാതെ കാര്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക കേട്ടോ. നമ്മൾ വീഡിയോസൊക്കെ മാക്സിമം ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം അതൊക്കെ നോക്കി മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പം ഇത്രയും പറഞ്ഞിരിക്കുന്ന പാഠഭാഗങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള സ്കീം ഓഫ് വർക്കാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്